ഹായ് കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദിയുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോയുടെ ഇടയിൽ വന്നൊരു കമന്റിനുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫിസിയോതെറാപ്പിയുടെ വേക്കൻസിനെ കുറിച്ച്. ഫിസിയോതെറാപ്പിയുടെ വേക്കൻസി 1-2 സ്ഥലത്ത് പബ്ലിഷ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരാഴ്ച മുമ്പ് യുണൈറ്റഡ് മാൻ പവറിന്റെ സൈറ്റിൽ അവർ ഫിസിയോതെറാപ്പി ടെക്നീഷ്യന്റെ വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്കവാറും അത് ഹമദിലേക്കോ അല്ലെങ്കിൽ സിദ്രയിലേക്കോ ആയിരിക്കും ഫിസിയോതെറാപ്പി ടെക്നീഷ്യന്റെ വേക്കൻസി ആയിരുന്നത്. പിന്നെ പവർ ഇന്റർനാഷണൽ ഹോൾഡിംഗ്സിന്റെ വെബ്സൈറ്റിൽ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ പല ഗ്രേഡിലുള്ള വേക്കൻസി അവർ ഇട്ടിട്ടുണ്ട്. അത് ഓഗസ്റ്റ് 1st വീക്കിൽ അവർ ഇട്ട വേക്കൻസീസ് ആണ്. നിങ്ങൾ ചെക്ക് ചെയ്യുക, ഏതാണ് നിങ്ങളുടെ ഇതൊന്ന് ചോദിച്ച് ഏതാണ് നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ, അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇന്റർനാഷണൽ SOS എന്ന് പറഞ്ഞ ഒരു മാൻ പവർ ഏജൻസിയുടെ സൈറ്റിലും ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജോബ് നോക്കുന്നവരൊക്കെ പോയി നോക്കുക, അവരുടെ വെബ്സൈറ്റ് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ജോബ് അന്വേഷിക്കുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട കുറെ സ്കിൽസ് ഉണ്ട് ഇവിടെ. അതായത് ഇപ്പൊ ചോദിക്കുന്ന കുറച്ച് സ്പെഷ്യലൈസേഷൻ, ഒന്നാമത് ഡ്രൈ നീഡിലിങ്, പിന്നെ ടേപ്പിങ്, പിന്നെ സ്പോർട്സ് മസാജ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാ വേക്കൻസി ഇടുമ്പോഴും അതിൽ അവർ ഈ സംഭവങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഡ്രൈ ലീഡിങ്ങിലാണ് കൂടുതൽ അവർ ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. അതുപോലെ തന്നെ സ്പോർട്സ് മസാജിൽ സ്പെഷ്യലൈസ് ചെയ്ത ഫിസിയോതെറാപ്പിസ്റ്റിനും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വേക്കൻസീസ് ഇടാറുണ്ട്. അപ്പം ജോലി അന്വേഷിക്കുന്നവരൊക്കെ ഈ സ്കിൽസൊക്കെ നേടിയെടുക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.